ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏവ ടേസ്റ്റ് ബഡ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സിമ്പിളായിട്ടുള്ള ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അതെങ്ങനെയാണ് നമുക്ക് ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു ബൗൾ എടുക്കാം. ബൗൾ എടുത്തിട്ട് അതിൽ സ്ട്രെയിനർ വെച്ചിട്ട് അതിലോട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലോട്ട് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് പൊടിച്ച പഞ്ചസാരയാണ്. ഞാൻ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് ഞാനതിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് പൗഡർ അതായത് കൊക്കോ പൗഡർ ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ അധികം ഡാർക്കല്ല എൻ്റെ കൊക്കോ പൗഡർ, അപ്പോൾ എൻ്റെ ഉള്ളതാണ് ഞാനതിൽ ഇടുന്നത്. അതുപോലെ ഷുഗർ ഞാനിപ്പോൾ പൊടിച്ചതിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ മധുരത്തിന് വേണ്ടി ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗർ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് നമ്മൾ അരിച്ചെടുക്കണം. ഞാനിപ്പോൾ 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്, നിങ്ങൾ ചെയ്യുമ്പോൾ 2 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമ്മളത് അരിച്ച് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടയായിട്ട് എടുക്കും. അതൊരു ഇതുപോലെ സ്പാറ്റുലയോ സ്പൂൺ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി ചെയ്ത് കൊടുത്താൽ അതൊക്കെ ഉടഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഒരു 100 ഗ്രാംസും അതുപോലെ ഒരു 100 ml വാട്ടർ, അതായത് 1/2 കപ്പ് വെള്ളവും, പിന്നെ അതുപോലെ 2 ടീസ്പൂൺ വാനിലയും അതുപോലെ 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കും. എന്നിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യും. അതാണ് പഞ്ചസാര ഞാൻ പൊടിച്ചത് അധികം ആഡ് ചെയ്യാതെ കുറച്ചിട്ടത്. ആ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ചേർക്കുന്നത് 200 ml ആണ്. അതായത് നിങ്ങൾ വാങ്ങുന്നത് 200 ml ടിന്നാണെങ്കിൽ അത് ഓക്കെയാണ്. ഇനി 400 ഗ്രാമിൻ്റെ ടിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ ടിന്നിൻ്റെ പകുതി നിങ്ങൾ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ബീറ്റർ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വിസ്ക് വെച്ച് മിക്സ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊടിച്ച പഞ്ചസാര ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മധുരം നമുക്ക് എടുത്തറിയാൻ പറ്റും. ആ സമയത്ത് നമ്മൾ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിച്ച് എടുക്കുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റിൽ തന്നെ വ്യത്യാസം. എന്നാൽ മധുരമുണ്ട്, എന്നാൽ നമ്മളെ മടുപ്പിക്കണ മധുരവും അല്ല. അപ്പം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമാവും. ഇനി നമുക്ക് ഒരു കേക്ക് ടിൻ്റെ അടുത്ത് നന്നായിട്ട് ബട്ടർ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് നമ്മൾ ബട്ടർ വെച്ചോ നിങ്ങളുടെ കയ്യിൽ ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി വരുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ സ്റ്റിക്ക് ആയിട്ടിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കളയണം. നമ്മൾ എത്രത്തോളം ടാപ്പ് ചെയ്ത് എയർ കളയണോ അത്രത്തോളം നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലതായിരിക്കും. എന്നിട്ട് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 30 to 35 മിനിറ്റ്സ് ആണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ബേക്കായെന്ന്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ബാക്കി 5 മിനിറ്റ്സ് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അത് ബേക്കായെന്ന് അറിയാനായിട്ട് 2-3 ഐഡിയാസ് ഉണ്ട്. ആദ്യം തന്നെ കണ്ടോ, നമ്മുടെ സൈഡൊക്കെ നന്നായിട്ട് വിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ സൈഡൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിട്ടുപോരും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നടുക്ക് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആണെങ്കിൽ നമ്മൾ കണ്ടോ നിൽക്കുമ്പോൾ അതേ സ്പീഡിൽ പൊങ്ങി വരും. അത് രണ്ടാമത്. പിന്നെ മൂന്നാമത്തെ ഒരു വഴിയാണ് നമ്മൾ സാധാരണ എല്ലാവരും യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ ഒരു സ്റ്റിക്കോ കത്തിയുടെ ഇതോ എടുത്തിട്ട് നന്നായിട്ട് നോക്കുക. അതിൽ ജസ്റ്റ് ഒന്നും ഇത് വെച്ചിട്ട് നോക്കുക, അതിൽ വല്ല സ്റ്റിക്കായിട്ട് ഇരിക്കണമെന്ന് തൊട്ട് നോക്കുക. ഇനി നിങ്ങൾ കത്തിയെടുത്ത് കുത്തിയിട്ട് നമ്മൾ സ്റ്റിക്കായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ നന്നായിട്ട് ഷേക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂളായിട്ട് വേണം നമ്മളത് മാറ്റാനായിട്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൈ കൊണ്ട് കണ്ടോ ഇങ്ങനെ നെക്കി നോക്കുമ്പോൾ കാണാൻ പറ്റും എത്ര സോഫ്റ്റായിട്ടും സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ കേക്ക് വന്നിരിക്കുന്നതെന്ന്. ഇതെല്ലാവരും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് പെട്ടെന്ന് വന്ന് നിങ്ങൾക്കൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഇങ്ങനെ തന്നെ. ഇനി അതല്ല നിങ്ങൾക്ക് ചെറുതായി ഡെക്കറേറ്റ് ചെയ്യാൻ വീട്ടിൽ എന്താ പറയുക വിപ്പിംഗ് ക്രീമോ അങ്ങനെ ഒരു സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിച്ച പൗഡറായ
ഷുഗർ ഉണ്ടല്ലോ, അത് പൗഡർഡ് ഷുഗർ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇങ്ങനെ കുക്കീസിൻ്റെ കട്ടറൊന്നും നിങ്ങൾ വെക്കണമെന്നില്ല. ഇപ്പം ഞാൻ ഒരു ഐഡിയ പറഞ്ഞതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണം ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ പീസുകൾ 3-4 നീളത്തിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് റാൻഡമായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഈ അരിപ്പയിൽ കുറച്ച് ആ പൗഡർ ഷുഗർ ഇട്ട് ജസ്റ്റ് ഒന്ന് അരിച്ച് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വിതറിട്ട് കൊടുത്താൽ മതി. കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്ക് ചെയ്യുക. അതിൻ്റെ മുകളിൽ കൂടെ ഈ ഷുഗറിൻ്റെ ഈ പൊടിയും കൂടി ചെല്ലുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അത് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത്. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും അപ്ലോഡ് ചെയ്യുമ്പോൾ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.